നമസ്കാരം. കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്നതിൻ്റെ പ്രധാന ഹബ്ബായി മാറുന്നത് ഒമാനാണ്. നിരവധി മലയാളികൾ ഉൾപ്പെടുന്ന റാക്കറ്റാണ് കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്നത്. മലയാളികൾ നിയന്ത്രിക്കുന്ന റാക്കറ്റിന് രാസലഹരി കൈമാറുന്നത് ഒമാൻ പൗരനാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ വിവിധ കേന്ദ്ര ഏജൻസികൾ അന്വേഷണ സംഘത്തിൽ നിന്നും വിവരം ശേഖരിക്കുകയാണ്. നേരത്തെ 3 മാസം മുമ്പും ഒമാൻ ബന്ധമുള്ള ലഹരി റാക്കറ്റ് പിടിയിലായിരുന്നു. അന്ന് ഒമാനിൽ ലഹരി ഇടപാടിന് ചുക്കാൻ പിടിച്ച മലപ്പുറം സ്വദേശിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ ഒമാൻ ലഹരിക്കടത്ത് സംഘം പോലീസ് വലയിലായി. എന്നാൽ മറ്റ് സംഘങ്ങൾ ഇതോടെ അവിടെ തഴച്ചു വളരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. കഴിഞ്ഞ മാർച്ചിൽ നെടിയൂർപ്പിലെ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് 1.5 കിലോ MDMA പിടികൂടിയ സംഭവത്തിൽ ലഹരി മരുന്ന് എത്തിയത് ഒമാനിൽ നിന്നായിരുന്നു. പത്തനംതിട്ട സ്വദേശിയായ യുവതിയെ വിമാനത്താവളത്തിൽ നിന്ന് ഞായറാഴ്ച പിടികൂടിയതും ഒമാനിൽ നിന്ന് കൊണ്ടുവന്ന 1 കിലോയോളം MDMAയുമായിട്ടാണ്. കേരളത്തിൽ കണ്ണുകളുള്ള അന്താരാഷ്ട്ര രാസലഹരി മാഫിയയുടെ ഹബ്ബായി ഒമാൻ മാറുകയാണെന്ന സംശയം കൂടുതൽ ശക്തമാവുകയാണ്. എറണാകുളത്തെ ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നെടിയിരുപ്പ് മുക്കൂട് മുള്ളൻമടത്തിൽ ആഷിഖിന്റെ വീട്ടിൽ നിന്നും കഴിഞ്ഞ മാർച്ചിലാണ് 1.5 കിലോ MDMA പിടികൂടിയത്. ഒമാനിൽ നിന്ന് കാർഗോയിൽ ചെന്നൈ വിമാനത്താവളത്തിലൂടെയാണ് ലഹരി വസ്തു വീട്ടിലെത്തിയത്. ഒമാനിൽ നിന്ന് കടത്തിയ MDMA വിൽപ്പന നടത്തുന്നതിനിടെ എറണാകുളത്തെ മട്ടാഞ്ചേരി, പള്ളുരുത്തി, ആലുവ, ഫോർട്ട് കൊച്ചി, പനങ്ങാട് പോലീസ് സ്റ്റേഷനുകളിലും എക്സൈസ് 10ഓളം പേരെ പിടികൂടിയതിന്റെ തുടർച്ചയായിട്ടായിരുന്നു കൊണ്ടോട്ടിയിൽ പരിശോധന നടന്നത്. നാട്ടിലെത്തിയ ആഷിഖിനെ പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു. ഇയാളുടെ ഇവിടുത്തെ 2 കൂട്ടാളികളെയും പിടികൂടിയിരുന്നു. സ്ത്രീകളെ ഉപയോഗിച്ചുള്ള ലഹരിക്കടത്ത് കരിപ്പൂരിൽ തുടരുകയാണ്. 40 കോടി രൂപയോളം വിലമതിക്കുന്ന ലഹരി മരുന്നുകളുമായി 3 യുവതികളെ മെയ് 14-നാണ് പിടികൂടിയത്. ചെന്നൈ സ്വദേശി റാബിയത്ത് സയ്യിദു സൈനുദ്ദീൻ, കോയമ്പത്തൂർ സ്വദേശി കവിത രാജേഷ് കുമാർ, തൃശൂർ സ്വദേശി സിമി ബാലകൃഷ്ണൻ എന്നിവരെയാണ് എയർ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. 34 കിലോ ഹൈബ്രിഡ് കഞ്ചാവും തായ്ലൻഡ് നിർമ്മിതമായ 15 കിലോയോളം തൂക്കം വരുന്ന ചോക്ലേറ്റ്, കേക്ക്, ക്രീം ബിസ്ക്കറ്റ് എന്നിവയിൽ കലർത്തിയ രാസലഹരിയുമായിട്ടാണ് പിടികൂടിയത്. തായ്ലൻഡിൽ നിന്നുള്ള എയർ ഏഷ്യ വിമാനത്തിലാണ് മൂവരും കരിപ്പൂരിലെത്തിയിരുന്നത്. രഹസ്യ വിവരത്തെ തുടർന്ന് മൂവരെയും കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ലഹരി മരുന്ന് കണ്ടെത്തിയത്. യുവതികൾ തായ്ലൻഡിൽ നിന്ന് ക്വാലാലംപൂർ വഴിയാണ് കോഴിക്കോട് ഇറങ്ങിയത്. ഇതിന് തൊട്ട് തലേന്നാണ് അബുദാബിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന 18 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവ് വിമാനത്താവളത്തിൽ പിടികൂടുന്നത്. വിമാനത്താവള പരിസരത്തും ലഹരി മാഫിയ പിടിമുറുക്കുന്നുണ്ട്. കഴിഞ്ഞ പുതുവത്സര ആഘോഷത്തിന് വിൽക്കാനായി എത്തിച്ച MDMAയുമായി ജനുവരി 1-ന് സംഘത്തെ പോലീസ് പിടികൂടിയിരുന്നു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളായ 4 യുവാക്കളാണ് അന്ന് പിടിയിലായത്. മസ്കറ്റിൽ നിന്ന് മിഠായി പാക്കറ്റിൽ ഒളിപ്പിച്ച 1 കിലോയോളം MDMAയുമായി കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ പത്തനംതിട്ട സ്വദേശിയായ യുവതിയെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ സ്വീകരിച്ച് MDMA കൊണ്ടുപോകാനെത്തിയ 3 പേരും കരിപ്പൂർ പോലീസിന്റെ പിടിയിലായി. MDMAയുമായി എത്തിയ പത്തനംതിട്ട വാഴമുട്ടം നെല്ലുവേലിൽ 31-കാരിയായ സൂര്യ, ഇവരെ സ്വീകരിക്കാനെത്തിയ തിരൂരങ്ങാടി മൂന്നിയൂർ ചോനാരി അലി അക്ബർ, പരുത്തിക്കോട് മദ്ലഞ്ചേരി മുഹമ്മദ് റാഫി, മൂന്നിയൂർ ചട്ടിപ്പുറത്ത് സഫീർ എന്നിവരാണ് പിടിയിലായത്. ഞായറാഴ്ച രാവിലെ 9:15-നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ സൂര്യ കരിപ്പൂരിലിറങ്ങിയത്. കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. ലഗേജിൽ മിഠായി പാക്കറ്റ് ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA കണ്ടെത്തിയത്. പിടിയിലായ പത്തനംതിട്ട സ്വദേശി സൂര്യയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് രാജ്യത്തിന് പുറത്തു നിന്നും കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്ന സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരം ലഭിച്ചത്. 4 ദിവസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഇക്കഴിഞ്ഞ ജൂലൈ 16-നാണ് ജോലി തേടി സൂര്യ ഒമാനിലേക്ക് പോകുന്നത്. കണ്ണൂർ സ്വദേശിയായ പരിചയക്കാരൻ നൌഫലായിരുന്നു ഒമാനിലുണ്ടായിരുന്ന ബന്ധം. 4-ാം ദിവസം സൂര്യ നാട്ടിലേക്ക് മടങ്ങി. ഈ സമയത്ത് നൌഫൽ കയ്യിൽ ഒരു ബാഗ് കൊടുത്തുവിട്ടു. കരിപ്പൂരിൽ നിന്ന് അത് സ്വീകരിക്കാൻ ആളെത്തുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ കാത്തിരുന്നവരിൽ പോലീസും ഉണ്ടാകുമെന്ന് സൂര്യ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പരപ്പനങ്ങാടി മൂന്നിയൂർ സ്വദേശികളായ മുഹമ്മദ് റാഫി, അലി അക്ബർ, ഷഫീഖ് എന്നിവരാണ് വിമാനത്താവളത്തിൽ പുറത്ത് 2 കാറുകളിലായി സൂര്യയെ കാത്തുനിന്നത്. സൂര്യയുടെ കയ്യിൽ നിന്നും MDMA വാങ്ങുക, സൂര്യ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്നാൽ ഇവരുടെ വാഹനം കണ്ട് കരിപ്പൂർ പോലീസിന് തോന്നിയ സംശയമാണ് നിർണായക അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്.